മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച പെരിയ ഇരട്ട കൊലപാതകത്തിന് ഇരയായവരുടെ വീട്ടുകാരെ സന്ദർശിക്കാതിരിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജോസഫൈ മുന്നോട്ട് വെച്ച ന്യായീകരണം ഏറെ വിചിത്രം. തിരക്കുള്ളതിനാൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ലെന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വനിതാ കമ്മീഷന് വലിയ തിരക്കുകളുള്ള ദിവസങ്ങളാണിപ്പോൾ. സംസ്ഥാനത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും വിഷയങ്ങളിൽ നേരിട്ടെത്തി ഇടപെടാൻ കമ്മീഷന് കഴിയില്ല. അത് പ്രായോഗികമായ നടപടിയല്ലെന്നും അവർ പറഞ്ഞു. എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. കരുത്തും സ്വാധീനവുമുള്ള സ്ത്രീകൾ അത്തരം സന്ദർഭങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് അതിനെ ശക്തമായി നേരിടണം. തിരുവനന്തപുരം DCP ആയിരുന്ന ചൈത്ര തെരേസ ജോണിന് കൃത്യനിർവഹണത്തിലുണ്ടായ എതിർപ്പുകളെ അവർ സ്വന്തം നിലയിൽ നേരിടുന്നുണ്ട്. കമ്മീഷൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. എഴുത്തുകാരി KR മീരയ്ക്കുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കേസെടുക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾ പ്രതിസന്ധി നേരിടുന്ന ഇടങ്ങളിലെല്ലാം കമ്മീഷൻ ശക്തമായി ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണുരാജിനെ രാജേന്ദ്രൻ MLA പരസ്യമായി അധിക്ഷേപിച്ചത് അംഗീകരിക്കാനാകില്ല. സമൂഹത്തിലെ ഉന്നതർ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് വർദ്ധിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചിട്ടുണ്ട്. സൈബർ ആക്ട് പോലെ സംസ്ഥാനത്തിന് കേസെടുക്കാൻ കഴിയുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. രാജേന്ദ്രൻ MLAക്കെതിരെ സ്വമേധയാണ് കേസെടുത്തത്. അതേസമയം DYFI വനിതാ നേതാവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പരാതിയിൽ കേസെടുക്കാനോ ഇരയായ പെൺകുട്ടിയെ സന്ദർശിക്കാനോ കമ്മീഷൻ തയ്യാറായില്ല. കമ്മീഷനെ അധിക്ഷേപിച്ച PC ജോർജിനെതിരെ കേസെടുത്തെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. പല സന്ദർഭങ്ങളിലും കമ്മീഷൻ രാഷ്ട്രീയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നെന്ന് ആക്ഷേപമുണ്ട്. കമ്മീഷൻ അംഗം ഷാഹിദ കമാലിന്റെ കോൺഗ്രസുകാർ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വേഗത്തിൽ കേസെടുത്തിരുന്നു. ഹാദിയ കേസിൽ ഹൈക്കോടതി നിലപാടിന് വിരുദ്ധമായി നിലപാടെടുത്ത കമ്മീഷനെതിരെ ഹാദിയയുടെ പിതാവ് അശോകൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ കമ്മീഷന്റെ നിലപാട് സുപ്രീം കോടതി ശരിവെച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സധൈര്യം മുന്നോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വനിതാ കമ്മീഷൻ മാർച്ച് 7-ന് കൊച്ചിയിൽ മെഗാ വനിതാ സംഗമം സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 2 മുതൽ 9 വരെ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ 3000-ഓളം സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.